യുഎയിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറിയായ ഷാർജ പബ്ലിക് ലൈബ്രറിക്ക് 100ാം പിറന്നാൾ. 100ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഈ മാസം 29-ന് അൽ ഹിസൻ കോട്ടയിൽ നടക്കും. 1925-ൽ ഷാർജ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സുൽത്താൻ ബിൻ സക്കർ അൽ കാസിമിയുടെ നേതൃത്വത്തിൽ ഷാർജ കോട്ടയിലാണ് അൽ കാസിമിയ ലൈബ്രറി എന്ന പേരിൽ ആദ്യത്തെ ലൈബ്രറി സ്ഥാപിച്ചത്. ലൈബ്രറിയുടെ 100 വർഷത്തെ സാംസ്കാരിക നേട്ടങ്ങൾ അടയാളപ്പെടുത്തുന്ന ആഘോഷ പരിപാടികൾക്കാണ് എമിറേറ്റ് സാക്ഷ്യം വഹിക്കുക. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഈ മാസം 29-ന് അൽ ഹിസൻ കോട്ടയിൽ വെച്ച് നടക്കും. ഷാർജ എമിറേറ്റിന്റെ സാംസ്കാരിക യാത്രയിലെ പ്രധാന നിമിഷമാണ് ലൈബ്രറിയുടെ ശതാബ്ദി ആഘോഷമെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി ചെയർപേഴ്സൺ ഷെയ്ഖ് അബുദുർ ബിൻ സുൽത്താൻ അൽ കാസിമി പറഞ്ഞു. 1956-ൽ ഷാർജ കോട്ടയിൽ നിന്ന് അൽ മുദീഫ് എന്നറിയപ്പെടുന്ന ഫോർട്ട് സ്ക്വയറിലേക്കും 1980-ൽ ഷാർജ ലൈബ്രറി എന്ന പേരിൽ ആഫ്രിക്ക ഹാളിന്റെ മുകൾ നിലയിലേക്കും 1987-ൽ ഷാർജ കൾച്ചറൽ സെന്ററിലേക്കും അടുത്ത വർഷം യൂണിവേഴ്സിറ്റി സിറ്റിയിലേക്കും ലൈബ്രറി മാറ്റിയിരുന്നു. 2011 മുതൽ കൾച്ചറൽ പാലസ് സ്ക്വയറിലാണ് ഷാർജ പബ്ലിക് ലൈബ്രറി പ്രവർത്തിക്കുന്നത്. ജനം, ദുബായ്.